ഞാൻ ആദ്യം ലാൻഡ് ചെയ്യുന്നത് എൻ്റെ വീട്ടിലല്ല, കുറ്റിച്ചിറയിലാണ്. ഇവിടെ നിന്ന് ബീഫും പഴംപൊരിയും കഴിച്ചിട്ടൊക്കെ വീട്ടിൽ പോകുന്ന ഒരു രീതിയാണ് ഞങ്ങൾ കോഴിക്കോട്ടുകാർക്കുള്ളത്. കോഴിക്കോട് കോർപ്പറേഷന്റെ ലീഗിന്റെ ശക്തി കേന്ദ്രമായ കുറ്റിച്ചിറ ഡിവിഷനിൽ നിന്നും ഇപ്രാവശ്യം മത്സരിക്കുന്നത് മലയാളികൾക്കെല്ലാം പരിചിതമായ ഫാത്തിമ തഹല്ലിയാണ്. ഫാത്തിമ തഹല്ലിയുടെ ആദ്യത്തെ സ്ഥാനാർത്ഥിത്വം കൂടിയാണ്. ഈ സ്ഥാനാർത്ഥിത്വം എങ്ങനെ നോക്കിക്കാണുന്നു? വലിയ സന്തോഷത്തോടെയാണ് ഞാൻ ഈ കുറ്റിച്ചിറയിൽ വന്നിറങ്ങിയിട്ടുള്ളത്. വന്നിറങ്ങുക എന്ന് പറയുമ്പോൾ ഞാൻ കുറേ ദൂരെയാണെന്ന് നിങ്ങൾ കണക്കാക്കേണ്ട. ഞാൻ ഈ കോഴിക്കോട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നും ഈ വഴി പോകുന്ന ഒരാളാണ്. ഇനി ദൂരെ പോയാലും ഞാൻ ആദ്യം ലാൻഡ് ചെയ്യുന്നത് എൻ്റെ വീട്ടിലല്ല, കുറ്റിച്ചിറയിലാണ്. ഇവിടെ നിന്ന് ബീഫും പഴംപൊരിയും കഴിച്ചിട്ടൊക്കെ വീട്ടിൽ പോകുന്ന ഒരു രീതിയാണ് ഞങ്ങൾ കോഴിക്കോട്ടുകാർക്കുള്ളത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എന്താ പറയുക, ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെൻ്റാണ്. ഈ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് ആദ്യത്തെ തിരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ ഈ കുറ്റിച്ചിറ ഡിവിഷൻ ലീഗിൻ്റെ CH പോലെയുള്ള പ്രഗത്ഭരായ ആൾക്കാർ ജയിച്ചു വന്ന ഒരു ഡിവിഷൻ കൂടിയാണ്. അപ്പോൾ ആ സ്ഥാനത്ത് അവിടെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി വിജയിക്കാനായിട്ട് നിൽക്കുന്നത്. അതിനെങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായിട്ടും ഒരു ലീഗുകാരി എന്നുള്ള അർത്ഥത്തിൽ എൻ്റെ ഏറ്റവും ആദ്യത്തെ ലീഡർ CH മുഹമ്മദ് കോയ സാഹിബാണ്. അപ്പം അദ്ദേഹം മത്സരിച്ച് ജയിച്ച് വന്ന മണ്ണിലേക്ക് തിരിച്ച് ഞാൻ വരികയാണ്. അപ്പോൾ എനിക്കത് ഒരു സക്സസർ എന്നുള്ള രൂപത്തിൽ വലിയ ആവേശം തരുന്ന കാര്യമാണ്. CHൻ്റെ പിന്മുറക്കാരാവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ പരിശ്രമിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ അത് യാഥാർത്ഥ്യമാകുന്ന ഒരു അനുഭവമാണ് കുറ്റിച്ചിറയിൽ വന്ന് മത്സരിക്കുമ്പോൾ എനിക്കുണ്ടാവുന്നത്. എന്തുകൊണ്ടും അതിൽ ഈ പാർട്ടിയോടും ഇവിടുത്തെ ആളുകളോടും ഞാൻ കടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ തഹല്ലിയുടെ ഈ രാഷ്ട്രീയ ജീവിതത്തിൽ പ്രധാനമായി ഘടകം വഹിച്ചതാണ് ഹരിത. അപ്പോൾ ആ സംഘടനയെ എങ്ങനെ ഈ സ്ഥാനാർത്ഥിത്വവുമായി ആ രാഷ്ട്രീയ ജീവിതത്തിലായിട്ട് എങ്ങനെ കണക്കാക്കുന്നു? CH മുഹമ്മദ് കോയ സാഹിബ് ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചിട്ടുള്ളത് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനാണ്. അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ. ഇവിടെയുള്ള ആളുകൾ മാത്രമല്ല, കേരളത്തിലെ വിദ്യാഭ്യാസ വിപ്ലവ നായകനാണ് CH മുഹമ്മദ് കോയ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സ്വപ്നമായിരിക്കാം ഒരു പക്ഷേ ഹരിതയിലൂടെ സംഭവിച്ചിട്ടുണ്ടാവുക. ആളുകൾ രാഷ്ട്രീയപരമായിട്ട് പെൺകുട്ടികൾ ക്യാമ്പസിൽ വരുന്നു, പുറത്തു വരുന്നു, പല സ്ഥലങ്ങളിൽ മത്സരിക്കുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പോലും ഇവിടെ നിൽക്കുന്നത്. ഇത് തമ്മിൽ വലിയ ഒരു കോയിൻസിഡൻസ് ഇല്ലേ? അത് തീർച്ചയായിട്ടും വലിയ പ്രചോദനം നൽകുന്ന കാര്യമാണ്. കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യം അതിനിർണായകമാണ്. അഴിമതി ആരോപണങ്ങൾ, അങ്ങനെ നിരവധി ആരോപണങ്ങൾ വരുന്നു. അപ്പോൾ ഈ ഭരണമാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഭരണമാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഈ നാട്ടുകാരുടെ ആവശ്യമാണ്. അപ്പുറത്തുള്ളത് ഇപ്പോൾ നമ്മൾ പറയാറുള്ളത് പ്രതിപക്ഷം ഭരണപക്ഷം എന്നാണ്. ഭരണപക്ഷം ആരാണെന്ന് ചോദിച്ചാൽ LDFൻ്റെ കുറച്ച് നേതാക്കന്മാരെന്ന് മാത്രം പറയേണ്ടി വരും. പ്രതിപക്ഷത്തുള്ളത് ഈ നാട്ടിലെ ജനങ്ങളാണ്. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വോട്ട് തേടുന്നത്. തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ കോർപ്പറേഷൻ തിരിച്ചുപിടിക്കും. ജയിച്ചു കഴിഞ്ഞാൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തോട്ടാണ് വരുന്നതെന്ന് പറയുന്നുണ്ട്. അതിനെങ്ങനെ നോക്കിക്കാണുന്നു അത്തരത്തിലൊരു സ്ഥാനം ലഭിക്കുന്നതിൽ? അത് പറയേണ്ടത്, തീരുമാനിക്കേണ്ടത് UDF ആണ്. UDF സംവിധാനമാണ്. എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇവിടെ നിന്ന് മത്സരിക്കാനാണ്. അത് ഞാൻ വളരെ ഹൃദയം തുറന്നുകൊണ്ട് തന്നെ സ്വീകരിക്കുന്നു. ഈ മനുഷ്യന്മാരുടെ ഒക്കെ ഹൃദയത്തിൽ ഒരു ഇച്ചിരി സ്ഥലം കിട്ടുക എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര സന്തുഷ്ടയാണ്. അപ്പോൾ കുറ്റിച്ചിറ ഡിവിഷനിൽ നിന്നും വിജയപ്രതീക്ഷയിൽ തന്നെയാണ് തഹല്യ. ഷബീർ കലീലിനൊപ്പം ഗോപിക അരവിന്ദ്, മീഡിയ 1 കോഴിക്കോട്.